അന്വേഷണം ഒരു വഴിത്തിരിവിലെത്തി. നാളുകളായി ഇരുട്ടിൽ മറഞ്ഞിരുന്ന രഹസ്യം പതുക്കെ രൂപമെടുക്കുകയാണ്. ഒരു മുഖം, ഒരു കൊലയാളി. പക്ഷേ അവൻ തനിച്ചാണോ? അതോ പിന്നിൽ മറ്റാളുകളുണ്ടോ? ഇന്നത്തെ ഭാഗം സത്യം പുറത്തു കൊണ്ടുവരാനുള്ള തുടക്കമാണ്. കൊലയാളി എന്ന ക്രൈം നോവലിൻ്റെ 34-ാം ഭാഗം. രചനയും അവതരണവും ഇമ്മാനുവൽ. 2 സ്ഥലങ്ങളിലേക്ക് പോയ സംഘ അംഗങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ വിശദമായി അപഗ്രഥിക്കാൻ വേണ്ടി അന്ന് തന്നെ വൈകുന്നേരം എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുചേർന്നു. അവരുടെ മുഖങ്ങളിൽ ഒരു ആത്മവിശ്വാസം പ്രകടമായിരുന്നു. കാരണം അവർക്കപ്പോൾ ഒരു ക്ലൂ കിട്ടിയിരുന്നു. കൊച്ചുപാലയിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ രഞ്ജിത്തും മഹേന്ദ്രനും കൃത്യമായി തന്നെ അവതരിപ്പിച്ചു. അതോടൊപ്പം അവരുടെ നിഗമനങ്ങളും. അത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ജീവൻ പതുക്കെ പറഞ്ഞു, നമുക്ക് വ്യക്തമായ സൂചന ലഭിച്ചു കഴിഞ്ഞു. ഇത്രയും ലഭിച്ചതിൽ നിന്നും ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയും, ചാത്തൻ പറമ്പിലെ രക്ഷപ്പെട്ടു പോയ കൊച്ചുമകൻ തന്നെ ആയിരിക്കണം കൊലപാതകത്തിന് പിന്നിൽ. ഒരു ചോദ്യം ബാക്കി. അവൻ തനിച്ചാണോ അതോ അവൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? അതൊക്കെ ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും ഒരു ലീഡ് കിട്ടിയ സ്ഥിതിക്ക് അതുമായി നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാ മുഖങ്ങളിലും സന്തോഷവും ആവേശവുമായിരുന്നു കാണാനുണ്ടായിരുന്നത്. ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ അവബോധം ലഭിക്കുന്ന ആർക്കും ഉണ്ടാകാവുന്ന ഒരു ആത്മവിശ്വാസം. ഇനി സംശയമില്ല, അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ. എന്നാലും ജീവനും ജോസ് മാത്യുവും പോയത് എങ്ങനെയുണ്ടെന്നുകൂടി അറിയണമല്ലോ. അതിനുവേണ്ടി രഞ്ജിത്ത് അവരോട് ചോദിച്ചു, ഞങ്ങൾ പോയത് ഉമ്മച്ചൻ്റെ അടുത്തേക്കല്ലേ? അയാൾ ഒരുമാതിരി അട്ടയുടെ കണ്ണ് കണ്ടവനാണ്. നേരെ ചൊവ്വേ ചോദിച്ചപ്പോൾ ഒന്നും അയാൾ വിട്ടു പറഞ്ഞില്ല. ജീവൻ സാറിൻ്റെ ഭീഷണിപ്പെടുത്തൽ ആദ്യമായിട്ടാണ് ഇന്ന് ഞാൻ കണ്ടത്. അതയാളുടെ അടുത്ത് ഏറ്റിട്ടൊന്നുമില്ല, എങ്കിലും ചെറിയൊരു ഞെട്ടലുണ്ടായിരുന്നതായി തോന്നുന്നു. അതോ അത് വെറും തോന്നലാണോ? പിന്നെ അയാൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുന്ന കാര്യത്തിനെപ്പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ എന്താണോ കരുതിപ്പോയത് അതേ മറുപടിയാണ് അയാൾ പറഞ്ഞത്. അതിനായി നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല പോലും. വേണ്ട, അവന് ചാവാനാണ് നിയോഗമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഒരാളുടെ മരണം മനഃപൂർവ്വം തടഞ്ഞു നിർത്താമെന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. വെറുതെ എന്തിനു നമ്മൾ വിധിയെ തടയാൻ പോകണം? ദൈവം തമ്പുരാൻ അവൻ്റെ ആയുസ്സിൻ്റെ പുസ്തകത്തിലെ കണക്ക് വെട്ടിയെങ്കിൽ പിന്നെ നമ്മൾ ശ്രമിച്ചാൽ വല്ലതും എഴുതി ചേർക്കാൻ കഴിയുമോ? അതുകൊണ്ട് പോട്ടേന്ന് വെക്കാം ജോസേ. ഉമ്മച്ചൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ തന്നെ ജോസ് മാത്യു നല്ല കലിപ്പിലായിരുന്നു. എങ്ങനെ കലിപ്പില്ലാതിരിക്കും? അയാളോട് അല്പം കൂടി കടുപ്പിച്ചു പറയുകയും അയാൾക്കിട്ട് കഴിയുമെങ്കിൽ 2 കൊടുക്കുകയും കൂടി ചെയ്യണം എന്ന് അയാൾക്ക് തോന്നിയിരുന്നതാണ്. എന്നാലും തലയിരിക്കുമ്പോൾ വാലാടരുതല്ലോ എന്ന് വിചാരിച്ച് മാത്രം ജീവൻ്റെ സാന്നിധ്യത്തിൽ ഒന്നും പറയാതിരുന്നതാണ്. അത് നന്നായി അല്ലേ? ഉമ്മച്ചനെപ്പറ്റി നമ്മൾ കണക്കുകൂട്ടിയിരുന്നതൊക്കെ ശരി തന്നെയാണ്. അയാൾ പണം കൊടുത്ത് ചാത്തൻ പറമ്പിൽക്കാരുടെ അടുത്തു നിന്നും സ്ഥലം വാങ്ങിച്ചതല്ല. അങ്ങനെ അയാൾ പറഞ്ഞില്ല. നമുക്ക് കിട്ടിയ മൊഴികളൊക്കെ തികച്ചും വിശ്വസനീയമായത് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഇനി അടുത്ത നടപടി എന്താണ് എന്നതിനെക്കുറിച്ച് രഹസ്യമായ ചില പദ്ധതികൾ അവർ തയ്യാറാക്കി. അപ്പോൾ തന്നെ ജീവൻ പറഞ്ഞു, കൊലയാളി ആരാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു രൂപം കിട്ടി. ഇനി അവൻ്റെ മുഖം കണ്ടെത്തണം, അവനെ തിരിച്ചറിയണം. നമ്മൾ അയാളുടെ ഒരു ഫോട്ടോ എങ്കിലും സംഘടിപ്പിക്കുകയാണ് വേണ്ടത്.
ഫോട്ടോ ലഭിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? അതുകൊണ്ട് അയാളെ കണ്ടിട്ടുള്ളവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു രേഖാചിത്രം വരപ്പിക്കാം. നമ്മുടെ വരയൻ ദിനേശന് ഈ വിവരങ്ങളെല്ലാം കൈമാറിയാൽ ഒറിജിനൽ തോറ്റുപോകുന്ന ചിത്രം അവൻ വരച്ചു തരും. അതിനിപ്പോൾ അത്യാവശ്യമായി വേണ്ടത് അവനെ അടുത്തറിയുന്ന ഒരാളുടെ സഹായമാണ്. അതിന് ഞാൻ നോക്കിയിട്ട് ഏറ്റവും പറ്റിയ ആൾ നമുക്ക് ആദ്യം വിവരങ്ങൾ തന്ന പീതാംബരനാണ്. അയാൾ ചാത്തൻപറമ്പിലെ കൊച്ചുമകനെ കുറേ നാളുകളായി അറിയുന്നതാണ്. അത്രയും നല്ല ഒരാളെ നമുക്ക് വേറെ ലഭിക്കാനുണ്ടായിരിക്കില്ല. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. പീതാംബരൻ ചാത്തൻപറമ്പിലെ കൊച്ചുമകനെ തീരെ കൊച്ചിലേ കണ്ടതാണ്. അന്നത്തെ ചിത്രം വരപ്പിക്കാനേ നമുക്ക് കഴിയൂ. അതിന് പരിഹാരം മഹേന്ദ്രൻ പറഞ്ഞു. അത്രയും കിട്ടിയാൽ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ അവൻ്റെ ഇപ്പോഴത്തെ രൂപം ദിനേശൻ തന്നെ ഉണ്ടാക്കി തരും. കൊലയാളിയെ കണ്ടവരാരും ജീവിച്ചിരിപ്പില്ലല്ലോ. ദിനേശൻ ചെയ്യില്ലെങ്കിൽ അതിനും ആരെയെങ്കിലും നമുക്ക് കിട്ടാതിരിക്കില്ല. അതോടെ അവർ പീതാംബരനെ കാണുന്ന കാര്യം ഉറപ്പിച്ചു. പീതാംബരനെ കണ്ടിട്ട് കുറേ നാളുകളായി. എന്നാലും ഇത്ര പെട്ടെന്ന് അയാൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിലും അയാൾ കൊലപാതകിയുടെ ലിസ്റ്റിൽപ്പെട്ട ആളല്ലല്ലോ. ഇനി നമുക്ക് കളയാൻ സമയമില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ പായിക്കാട്ട് പോവുക, പീതാംബരനെ കാണുക. അവരെല്ലാവരും ചന്തമുക്ക് സ്റ്റേഷൻ പരിധിയിലുള്ള പായിക്കാട്ട് എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഇനി ഏതെങ്കിലും കാരണവശാൽ പീതാംബരനെ കണ്ടില്ലെങ്കിൽ പിന്നെ ആരെ കണ്ടാൽ വിവരമറിയാൻ കഴിയും എന്നതായിരുന്നു അവരുടെ ചിന്ത. അന്ന് നമ്മൾ പോയപ്പോൾ ആദ്യം വിവരം തന്ന ചാത്തൻപറമ്പിൽക്കാരുടെ സ്ഥിരം പണിക്കാരൻ ഒരു ശ്രീധരൻ ഉണ്ടായിരുന്നില്ലേ? ഒരു ശ്രീധരനും രമണിയും. അവരെ കണ്ടുകിട്ടിയാലും നമുക്ക് ആ കൊച്ചുമകൻ്റെ പേരും മറ്റു വിവരങ്ങളുമെല്ലാം കിട്ടും. അപ്പോൾ ഒന്നുകിൽ പീതാംബരൻ അല്ലെങ്കിൽ ശ്രീധരൻ, രണ്ടിലൊരാളെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ കിട്ടേണ്ട കാര്യങ്ങൾ എല്ലാം വേഗം വേഗം കിട്ടുന്നുണ്ട്. അല്ലെങ്കിലും അതങ്ങനെയാണ്. ഒരു മാർഗം തെളിഞ്ഞു കിട്ടാനേ വിഷമമുള്ളൂ. തെളിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലൂടെയുള്ള യാത്ര മുമ്പത്തേക്കാളും ഏറ്റവും എളുപ്പവുമായിരിക്കും. അവർ ചന്തമുക്ക് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇൻസ്പെക്ടർ ഹരിലാൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ കണ്ടുപിരിഞ്ഞിട്ട് സംഭവങ്ങൾ കുറേ നടന്നെങ്കിലും ദിവസങ്ങളധികമായില്ലല്ലോ. വീണ്ടും അവരെ കണ്ടപ്പോൾ ഉപചാരപൂർവം സ്വീകരിച്ചതിനു ശേഷം അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ ചുമ്മാ അന്വേഷിച്ചു. ഹരിലാലിനും ഈ കേസ് അന്വേഷണത്തെപ്പറ്റി കുറച്ചറിയാം. അന്വേഷണം നിഗമനത്തിലെത്തുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട വിവരങ്ങൾ ആരും കൈമാറില്ല എന്ന് ഹരിലാലിനും അറിയാം. എന്നാലും എന്തെങ്കിലും ചോദിക്കണ്ടേ? അതിനുവേണ്ടി ആയിരിക്കണം ഹരി അങ്ങനെ ചോദിച്ചത്. നല്ല പുരോഗതിയുണ്ട് ഹരിലാൽ. നിന്നെയും കൂട്ടിക്കൊണ്ട് അന്വേഷണം തുടങ്ങിയതുകൊണ്ടായിരിക്കാം. നീ തുടങ്ങിയ എല്ലാ കേസുകളും തെളിയിക്കുന്നുണ്ടല്ലോ. ജീവൻ ഹരിലാലിനെ പൊക്കിപ്പറഞ്ഞതാണ് എന്ന് അയാൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. എന്നാലും മേലുദ്യോഗസ്ഥനാണ് പറഞ്ഞത്. എതിർത്ത് പറയാനാവില്ല. അതുകൊണ്ട് വിനയപൂർവം മറുപടി പറഞ്ഞു. സാറെന്നെ കളിയാക്കിയതല്ലല്ലോ. കുറേ കേസുകളൊക്കെ തെളിയിക്കാൻ കഴിയാത്തത് ഇപ്പോഴുമുണ്ട്. ചിലതൊക്കെ സ്വാധീനം കൊണ്ട് വേണ്ടെന്ന് വെക്കേണ്ടി വരാറുമുണ്ട്. സർവീസിൽ വരുന്നതിന് മുൻപ് ഞാൻ അങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്. ഇപ്പോഴാണ് ഇതിൻ്റെ ശരിയായ വിവരങ്ങൾ എനിക്ക് മനസ്സിലായി വരുന്നത്. അത് പിന്നെ എല്ലാം അങ്ങനെയല്ലേ? അക്കരെ പച്ചയാണെന്ന് വിചാരിച്ച് വരുന്ന ആളുകൾ ഉണ്ടാകും. ഇവിടെ വന്നെത്തി യഥാർത്ഥ നിറം മനസ്സിലായി കഴിയുമ്പോൾ പലർക്കും നിരാശയാണ് തോന്നുക. ഹരിലാലിന് എന്തായാലും നിരാശ തോന്നിയിട്ടില്ലല്ലോ. അത്രയും സമാധാനം. മനസ്സിലായി വരുന്നതല്ലേ ഉള്ളൂ. മുഴുവനും മനസ്സിലായിട്ടില്ലല്ലോ. ബാക്കി കൂടി മനസ്സിലായിക്കോളും. കുറച്ചുനാൾ കൂടി കഴിയട്ടെ.
അപ്പോൾ സ്പിരിറ്റും തരിപ്പും ഒക്കെ അങ്ങ് മാറും. അവിടെ വന്നതിൻ്റെ ഉദ്ദേശം അവർ ഹരിലാലിനോട് പറഞ്ഞു. അയാൾക്ക് അവരെ അനുഗമിക്കാനുള്ള സമയമില്ല എന്നാണ് പറഞ്ഞത്. അവർ തനിയെ പുറപ്പെടാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു. കുറേ ദിവസമായി ഏതു നിമിഷവും സംഭവിച്ചേക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യം സംഭവിച്ചു എന്ന് തോന്നുന്നു. മോഹനൻ സാറിൻ്റെ കോൾ 2-3 തുടർച്ചയായി വന്നിട്ടുണ്ട്. എന്താണാവോ കാര്യം? നല്ല വാർത്ത വല്ലതും തരാൻ വേണ്ടി ആയിരിക്കുമോ? അതോ കൊലയാളി വീണ്ടും അടുത്തയാളിൻ്റെ കാര്യം തീരുമാനമാക്കിയോ? അടുത്ത ഭാഗത്തിൽ അറിയാം കേട്ടോ. ഒരു ചെറിയ ക്ലൂ മതി കൊലയാളിയെ കണ്ടെത്താൻ. പക്ഷേ ഈ കേസിൽ ആ ക്ലൂ തന്നെ പുതിയ ചോദ്യങ്ങൾ തുറക്കുകയാണല്ലോ. കൊലയാളിയുടെ മുഖം കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ മാത്രമാണ് ആരംഭിക്കുന്നത്. പീതാംബരൻ എന്തു പറയും? അടുത്ത ഭാഗത്തിൽ കേസിൻ്റെ നിർണായക വഴിത്തിരിവ്. കാത്തിരിക്കണേ.